എല്ലാരും എത്തിയോ? നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ കൂടിയേക്കുന്നതിന്റെ വിഷയം എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. സ്കൂളുകളിൽ നമുക്ക് ഒരുപാട് ജോലികൾ വരുന്നു. അതിനെതിരെയായിട്ട് നമുക്ക് പ്രതികരിക്കണം, വേണ്ടേ? പക്ഷെ പാറു, നമ്മൾ എങ്ങനെ പ്രതികരിക്കും? സ്കൂളിൽ പോവാതെ പ്രതികരിക്കും. സ്കൂളിൽ പോവാതെ പ്രതികരിച്ചാലേ വീട്ടുകാർ പ്രതികരിക്കും. പിന്നെ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതെല്ലാരും അങ്ങോട്ട് ആലോചിക്കും. നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ സ്കൂളിലോട്ട് കൊടുക്കണം. ഞാൻ ആദ്യം പറയാം. എന്ന് ഹോംവർക്ക് ആയിരുന്ന പരിപാടി സ്കൂളുകളിൽ നിർത്തണം. ഞാനൊന്ന് പറയട്ടെ? പറ. ഓരോ പീരീഡ് കഴിയുമ്പോഴും അരമണിക്കൂർ കളിക്കാൻ സമയം തന്നെ. അതൊരു നല്ലൊരു നിർദ്ദേശം. ഇനി ഞാൻ ഒരെണ്ണം പറയട്ടെ? പറ. ടീച്ചേഴ്സ്മാര് ഹോംവർക്ക് ഏതോന്ന് ചോദിക്കാൻ പാടില്ല. ഇത് രണ്ടെണ്ണം ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഇനി ശനിയും ഞായർ മാത്രം മതി ക്ലാസ്. ബാക്കിയുള്ള എല്ലാ ദിവസവും അവധി. ഈ നിർദ്ദേശങ്ങളൊക്കെ ആരുടെ അടുത്ത് പറയും? അത് സ്കൂളിൽ പറയും. ആ നടന്ന തന്നെ. സ്കൂളിൽ പോയി അംഗീകരിക്കൂലെന്ന്. പിന്നെ നമ്മൾ ആരുടെ അടുത്ത് പറയും? ആരോട് പറയും? നമുക്ക് മന്ത്രി എടുത്ത് പറഞ്ഞാലോ? മന്ത്രി എടുത്താ? ഇപ്പോഴത്തെ മന്ത്രിയെ പൂക്കാന്നാ കേട്ടെ. പക്ഷെ മന്ത്രി അറിയില്ലല്ലോ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇതെല്ലാം എഴുതിയിട്ട് പ്രിൻസിപ്പാളിന്റെ കൈ കൊടുക്കാം. അതൊരു നല്ല കാര്യം. പക്ഷെ ആരെഴുതും? അതാരെഴുതും? എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എനിക്കറിയില്ല. ആർക്കെങ്കിലും എഴുതാൻ അറിയാവോ? എഴുത്തും വായന അറിയാവുന്ന ഒറ്റണില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ചേടാ, ആലോചിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ആദ്യം ഒന്ന് ആലോചിക്കട്ടെ. ഒന്നുമില്ല ഏട്ടാ, ഒരു മീറ്റിംഗാ. സീക്രട്ടാ, അത് ചെയ്യണമെന്ന് അറിയേണ്ട ആവശ്യമില്ല. സീക്രട്ട് മീറ്റിംഗ് ആണ് ഇത്രയും പബ്ലിക് ആയിട്ട് നടത്തണേ? എന്തായാലും കാര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഡീൽ ചെയ്യാം. വേണ്ട, ഒരു കാര്യമില്ല. ചേട്ടാ പോവാൻ നോക്ക്. പോണ്. എന്തൊരു ഒരു പടയുണ്ടല്ലേ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നമുക്കേ കേശേട്ടനെ കൊണ്ട് നിർദ്ദേശങ്ങൾ എഴുതിപ്പിച്ചാലാ? അതൊന്നും നടക്കുന്ന കേസല്ല. കേശവനെ നമ്മളെ പോലൊന്നും അല്ല, പഠിപ്പിസ്റ്റാ. അതുകൊണ്ട് നമ്മളെ പാരോ. എന്നാ വേണ്ട. പിന്നെ ആരെഴുതും? അത് ഞാൻ സെറ്റ് ചെയ്തോളാം. തൽക്കാലത്തേക്ക് മീറ്റിംഗ് പിരിച്ചിട്ടേ. என்ன பாரு, எனக்கு வேலை இருக்கு பாரு. ഇവിടെ നിക്ക്. என்ன? എനിക്ക് എഴുതാ അറിയോ? எழுத தெரியுமே. ഇത് പിടിച്ച്. எதுக்கு பாரு? എഴുതാൻ. என்ன எழுதணும்? കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താ മതി. சரி. പ്രിയപ്പെട്ട മന്ത്രിക്ക്. மந்திரிக்கா? ആമാ. சரி சொல்லு. പ്രിയപ്പെട്ട മന്ത്രിക്ക് കുട്ടികൾ തരുന്ന നിർദ്ദേശങ്ങൾ. 1. ആന്റി എഴുതുന്നില്ലേ? நீ முதல்ல சொல்லு பாரு, அதுக்கப்புறம் நான் எழுதுறேன். ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഹോംവർക്ക്, വെള്ളിയാഴ്ച പാടില്ല. 2. ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അവധി. പിന്നെ 3. പിള്ളേരുടെ അടുത്ത് ഒന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. 4. ഓരോ പീരീഡ് കഴിയുമ്പോഴും കളിക്കാൻ അരമണിക്കൂർ വെച്ച് സമയം തരും. പിന്നെ 5. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ ടീച്ചർമാരെ എണ്ണിപ്പിക്കരുത്. പിന്നെ അടുത്തത് 10 മണിക്ക് ക്ലാസ് തുടങ്ങാം, 12 മണിയാകുമ്പോഴത്തേക്ക് വിടുക. சரி பாரு, இதெல்லாம் எதுக்கு எழுதணும்? അത് ടീച്ചറാ പറഞ്ഞത്. ടീച്ചർ என்ன சொன்னாங்க? ടീച്ചർ പറഞ്ഞേ പഠിത്തത്തിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിലേ അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. அது உங்ககிட்ட தானே எழுத சொன்னாங்க. அப்படின்னா நீ தானே அதெல்லாம் எழுதணும்.
അതങ്ങനല്ല ആന്റി. പിന്നെ നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എഴുതാമല്ലോ. ഞാനിപ്പോ ആ നിർദ്ദേശം ആന്റിക്ക് പറഞ്ഞു തന്നു, ആന്റി എഴുതി എനിക്ക് തരും. ഓ அப்படி சரி அப்படின்னா ஆண்டி எழுதி கொடுக்கறேன். ആന്റി ഇനിയും കുറെ നിർദ്ദേശങ്ങളുണ്ട്. ആന്റി ഫസ്റ്റ് ഇത് എഴുതും. சரி பாரு. ആന്റി ഫസ്റ്റ് എഴുതാൻ പോണ്. டேய் இவ சொல்றா. ഇവരുടെ അടുത്തൊന്നും പറയണ്ട. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്റെ പുറകെ നടക്കാൻ. എക്സാക്ട്ലി കേശു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കൊച്ചിന്റെ പുറകെ നടക്കാനായിട്ട്? എന്റെ പണിയൊക്കെ പോടാ. എന്ത് മക്കളെ പ്രശ്നം? ചേച്ചിയോട് പറ, ചേച്ചി സോൾവ് ചെയ്ത് തരാം. എന്താണ്? നിങ്ങക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് പോവാൻ പറ്റുമോ? ഓഹോ, തുടക്കത്തിലെ അപമാനം. കേശു കമോൺ. പറഞ്ഞു അടേ പറഞ്ഞാൽ ഇന്ന് എന്താണ് പരിപാടി? മീറ്റിംഗ് വിളിച്ചു കൂട്ടണ്, പേപ്പറും പേനയായിട്ട് കിടന്ന് കറങ്ങണ്. ഒരു പരിപാടിയില്ല. ചേട്ടനൊന്ന് പോവാൻ പറ്റുമോ? അമ്മച്ചുമാർ നിൽക്കുമ്പോൾ നിൽക്കണോ? ഒരു പരിപാടിയില്ല, ചേട്ടനൊന്ന് പോകാൻ പറ്റുമോ? എന്നടേ നില്ലേ എടുത്തോളാം കേട്ടാ. പറയരുത്. ആന്റി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ആന്റി അവിടെ പോയിരുന്ന് എഴുത്, ഞാൻ റൂമിൽ കാണും. சரி